ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ പുതിയൊരു വ്ലോഗിന് പിന്നെ എത്തിയിട്ടുണ്ട്. ഇന്ന് നമ്മളെ വാവയുടെ നൂലുകെട്ടാണ് കേട്ടോ. സോ അതിനുള്ള തയ്യാറെടുപ്പൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഒരു 9-9:30 മണിയായിട്ടുണ്ട്. ഞാൻ രാവിലെ കുളിച്ചൊക്കെ നിൽക്കാറ്. മാമിക്കുട്ടിയെ രാവിലെ എണീച്ച് റെഡിയാക്കിയൊക്കെ നിർത്തിയിട്ടുണ്ട്. ഇനി വേണം എനിക്ക് റെഡി ആവാൻ വേണ്ടിയിട്ട്. സോ അതിന് മുമ്പ് ഞാൻ ഇൻട്രോ എടുക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. അപ്പോൾ ഞാൻ പോയിട്ട് റെഡി ആയിട്ട് വരാം. റെഡി ആവാൻ പോയവഴിക്ക് ഞാൻ വാവേന്റെ അടുത്തേക്ക് ഒന്ന് വന്നതാണ് കേട്ടോ. ഇവിടെ വാവനെ കുളിപ്പിക്കാനുള്ള തയ്യാറെടുപ്പൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇതാണ് മോളി ആന്റി. എന്റെ ലാസ്റ്റ് വ്ലോഗിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും, പക്ഷെ എനിക്ക് അന്ന് അധികം ഒന്നും ആന്റിയെ പറ്റി പറയാൻ പറ്റിയില്ല. നമ്മുടെ വാവനെ നോക്കാൻ വേണ്ടിയിട്ട് വന്ന ആന്റിയാണ് കേട്ടോ. നല്ല പൂ പോലെയാണ് കുഞ്ഞുങ്ങളെ ഹാൻഡിൽ ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാല് ആദ്യമായിട്ട് അച്ഛനും അമ്മയും ആവുന്ന ആൾക്കാർക്ക് ഇതുപോലെ കുഞ്ഞുങ്ങളെ നല്ലപോലെ ഹാൻഡിൽ ചെയ്യാൻ അറിയാവുന്ന ഒരാള് 24/7 കൂടെ ഉണ്ടാവുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. അത് വലിയൊരു സപ്പോർട്ടാണ്. ഹായ് ഫ്രണ്ട്സ്, അപ്പൊ ഞാൻ റെഡി ആയിട്ടുണ്ട്. ഇതാണ് എന്റെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. പെട്ടെന്ന് റെഡി ആയതാണ് കേട്ടോ. സമയം തീരെ ഇല്ലായിരുന്നു, പെട്ടെന്ന് റെഡി ആയതാണ്. പിന്നെ എന്താ പറയാ, അവിടെ എല്ലാവരും റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളിപ്പോ ഒരു 10 മണി ആവാറുണ്ട്. ഇപ്പൊ ഇറങ്ങും ഏകദേശം. അപ്പൊ നമുക്ക് ബാക്കി വിശേഷങ്ങൾ കാണാം. വാമിത പതുപോലെ ഓട്ടം തുടങ്ങിയിട്ടുണ്ട്. ഒരിടത്ത് അടങ്ങിയിരിക്കുന്ന സ്വഭാവം ഒന്നും ഞങ്ങൾക്ക് പണ്ടേ ഇല്ല. പിന്നെ അത് ഇറങ്ങാറായപ്പോഴത്തേക്കും മോമു കുറച്ച് മുല്ലപ്പൂ കൊണ്ടൊന്ന് കൊടുത്തായിരുന്നു തലയെ വെക്കാൻ വേണ്ടിയിട്ട്. നല്ല ഭംഗിയായിട്ട് വെച്ചുകൊടുക്കാന്ന് പറഞ്ഞപ്പം എനിക്കതൊന്നും വേണ്ട, എനിക്ക് വലിയ ചേച്ചിമാർ വെക്കുന്നവർക്ക് ഇങ്ങനെ തൂക്കിയിട്ടാ അതിന്ന് പറഞ്ഞ് തൂക്കിയിട്ടുണ്ട് നടപ്പുണ്ട്. ഇത് കാണുന്ന വിചാരിക്കും ഈ കൊച്ചിന്റെ അമ്മയ്ക്ക് പ്രാന്താന്ന്. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, ആള് ഇങ്ങനെ വെക്കത്തുള്ളൂ. ശരിക്കും നമുക്ക് ഇറങ്ങാനുള്ള സമയം ആയി കേട്ടോ. പക്ഷെ അച്ഛന്റെ അമ്മയുടെ വണ്ടി ഡ്രൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു ഡ്രൈവർ ചേട്ടനെ ഏർപ്പാടാക്കിയിട്ടുണ്ടായിരുന്നു. പുള്ളിക്കാരൻ നല്ല ലേറ്റ് ആക്കുന്നുണ്ട്. അവിടെ നമ്മളെല്ലാവരുടെ പോസ്റ്റ് ആയിട്ട് നിൽക്കുകയാണ്. പിന്നെ അച്ഛനും അമ്മയൊക്കെ റെഡി ആയിട്ട് ഇറങ്ങി കേട്ടോ. എല്ലാവരും റെഡി ആയിട്ട് നല്ല സ്റ്റൈലായിട്ട് വന്ന് നിൽപ്പുണ്ട്. പിന്നെ ഇതാണ് എന്റെ അച്ഛൻ. എന്റെ മുമ്പിലത്തെ വ്ലോഗ്സിലൊന്നും അധികം കണ്ടു കാണത്തില്ല. അച്ഛൻ വീട്ടിൽ നിൽക്കുമ്പോഴൊക്കെ ഒരു കൈലിയൊക്കെ കൊടുത്ത് വീട്ടിൽ നിൽക്കുന്ന കുളത്തിൽ അങ്ങനെ നിൽക്കുകയായിരിക്കും. ആ സമയത്ത് വീഡിയോ എടുക്കാനൊന്നും സമ്മതിക്കത്തില്ല കേട്ടോ. ഇന്നിപ്പോ നല്ല സുന്ദര കുട്ടപ്പനായിട്ടൊക്കെ നിൽപ്പുണ്ട്. അതുകൊണ്ട് ഞാൻ ധൈര്യമായിട്ട് വീഡിയോ കൊണ്ട് ചെന്നതാണ്. ആ ഡ്രൈവർ ചേട്ടൻ എത്താറായി എന്ന് വിളിച്ചു പറഞ്ഞു കേട്ടോ. അവിടെ നമ്മളിതാ ഇറങ്ങാണ്. അവിടെ ഹോട്ടലിൽ ഗസ്റ്റ് ഒക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. സോ ഇനിയും ലേറ്റ് ആക്കിയാൽ അത് മോശമല്ല. അതുകൊണ്ട് നമ്മളിതാ ആദ്യം ഇറങ്ങാണ്. പിന്നെ വാമിക്കുട്ടി എന്തൊക്കെ ആലോചിച്ചോണ്ടിരിക്കുകയായിരുന്നു. ഞാൻ ചെറുതായിട്ടൊന്ന് ഇളക്കി വിട്ടിട്ടുണ്ട്. പിന്നെ ആന്റിയും വാവയും തൊട്ടടുത്ത് തന്നെ ഇരിപ്പുണ്ട്. പിന്നെ ഞാൻ കുറച്ചു നേരത്തേക്ക് ഈ വ്ലോഗ് ഒന്ന് സ്റ്റോപ്പ് ചെയ്ത് വെക്കാണ് കേട്ടോ. വേറൊന്നും കൊണ്ടല്ല, ഈ മോർണിംഗ് ടൈമില് കാറിന്റെ ബാക്ക് സൈഡിൽ നിന്ന് യാത്ര ചെയ്യുമ്പോൾ തല കറങ്ങുന്ന പോലെ തോന്നുന്ന അല്ലെങ്കിൽ വൊമിറ്റ് ചെയ്യാനൊക്കെ തോന്നുന്ന ബാക്ക് സീറ്റ് ഓഫ് മാനിയ എന്ന് പറയുന്ന ഒരു പ്രത്യേക രോഗത്തിന് അടിമയാണ് ഞാൻ. അതുകൊണ്ട് ബാക്കി വിശേഷങ്ങളൊക്കെ ഇനി കാറിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം നമുക്ക് പറയാം. അങ്ങനെ നമ്മളിതാ ഹോട്ടലിൽ എത്തിയിട്ടോ. ഇങ്ങെത്തിയപ്പോഴത്തേക്ക് എന്റെ ഒരു 5-6 കിളി പറന്നു പോയിട്ടോ. ഞാൻ എന്തായി പറയുന്നത് എന്റെ അതേ അവസ്ഥയിലൂടെ കടന്നു പോകുന്നവർക്ക് മനസ്സിലാകും. അല്ലാത്തവർക്ക് ഇതൊക്കെ എന്ത് മനസ്സിന്റെ തോന്നല്, അങ്ങനെയുള്ളവരോട് എനിക്കൊന്നും പറയാനില്ല. പിന്നെ ഇത് ആറ്റിങ്ങലുള്ള സാവിത്രി ഹോട്ടലാണ് കേട്ടോ. നമ്മുടെ കിട്ടുവണ്ണന്റെയും മോമോന്റെയും എൻഗേജ്മെന്റ് നടന്നതും ഈ സെയിം ഹോട്ടലിൽ വെച്ചിട്ട് തന്നെയാണ്. എന്താ പറയാ, ഒരു ഇന്റിമേറ്റ് ഫംഗ്ഷൻ ഒക്കെ പ്ലാൻ ചെയ്യുന്ന ആൾക്കാർക്ക് പറ്റിയ ഒരു ഹാളാണ് കേട്ടോ ഇവിടെ ഉള്ളത്. പിന്നെ ഇതാണ് നമ്മുടെ ഹോട്ടലിലെ റിസപ്ഷൻ എന്ന് പറയുന്നത്. അത്യാവശ്യം നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. പിന്നെ ഞങ്ങളിതാ ലിഫ്റ്റിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യായിരുന്നു. ഒറ്റയ്ക്ക് പോകാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തതാണ് കേട്ടോ. അതാകുമ്പം ഇങ്ങനെ കണ്ണടയൊക്കെ നോക്കി വായി നോക്കി പോകാമല്ലോ. ഫൈനലി നമ്മളിതാ ഫംഗ്ഷൻ നടക്കുന്ന ഹാളിൽ എത്തിയിട്ടുണ്ട്. നല്ല രസമില്ല ഈ ഒരു വെൽക്കം ബോർഡ് കാണാൻ വേണ്ടിയിട്ട്. എനിക്ക് ഒരുപാട് ഇഷ്ടമായി കേട്ടോ. അതുപോലെ തന്നെ ഡെക്കറേഷനും എനിക്ക് ഒരുപാട് ഇഷ്ടമായി. നല്ല സിമ്പിൾ ആൻഡ് ക്യൂട്ട് ഡെക്കറേഷൻ ആണ്. നിങ്ങൾക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. പിന്നെ ചരടുകെട്ടിനുള്ള അറേഞ്ച്മെന്റ്സ് ഒക്കെ അവിടെ സ്റ്റാർട്ട് ചെയ്യുന്നേ ഉള്ളൂ കേട്ടോ. പിന്നെ ഗസ്റ്റ് ഒക്കെ വന്നു തുടങ്ങിയിട്ടേ ഉള്ളൂ. അധികം നമ്മൾ വിളിച്ചിട്ടില്ല. നമ്മളായിട്ട് അടുത്ത് നിൽക്കുന്ന വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ നമ്മൾ വിളിച്ചിട്ടുള്ളൂ. പിന്നെ വാമിക്കുട്ടി സെറ്റ് ആയിട്ടുണ്ട്. ആക്ക് കാശിനെയും കേശിനെയും കിട്ടിയാൽ പിന്നെ അവരുടെ പുറകെ ഇങ്ങനെ നടന്നോളൂ. പിന്നെ മോളി ആന്റി അവിടെ തന്നെ വല്ലാണ്ട് രൂക്ഷമായിട്ട് നോക്കുന്നുണ്ട്. ആന്റി വിചാരിക്കായിരിക്കും ഈ പെണ്ണ് വന്നതിന്റെ അന്ന് തൊട്ട് വീഡിയോ എടുത്തോണ്ട് നടക്കുന്നല്ലാതെ ഇതൊന്നും ഇട്ട് കാണുന്നില്ലല്ലോ എന്ന്. പക്ഷെ ആന്റി ഒട്ടും വിഷമിക്കണ്ട, എന്റെ വീഡിയോസ് ഒക്കെ ഇങ്ങനെ പടപടയെന്ന് വരുന്നതായിരിക്കും. പിന്നെ ഇത് കണ്ടോ, ഇതെന്റെ കസിൻസിന്റെ മക്കളാണ് കേട്ടോ. ഒരു വീട്ടിലെ തന്നെ ചേട്ടന്റെയും അനിയന്റെയും മക്കളാണിത്. ഞാൻ പഠിക്കുന്ന സമയത്ത് ഞാൻ എടുത്തോണ്ട് നടന്നൊരു കുഞ്ഞാവയാണ് ഇപ്പൊ വേറൊരു കുഞ്ഞാവ എടുത്തോണ്ട് ഈ നിൽക്കുന്നത്. എന്താണെന്നറിയില്ല, ഇവരെയൊക്കെ കാണുമ്പോഴാണ് എനിക്ക് പ്രായം വല്ലാണ്ട് കൂടുന്ന കാര്യം ഞാൻ തന്നെ ഓർക്കുന്നത്. കൊച്ചു കള്ളി ചിരിച്ചോണ്ടിരിക്കുന്ന നോക്ക്. എന്റെ മുഖത്ത് നോക്കി എന്നെ ഉറക്കം തൂങ്ങി എന്ന് പറഞ്ഞ് അതിശയിപ്പിച്ച ഒരാളാണ് ഈ ഇരിക്കുന്നത്. എന്റെ നാച്ചൂട്ടൻ ഭാവം നല്ല ഉറക്കാണ് കേട്ടോ. പിന്നെ ഇവിടെ നമ്മുടെ ചരടും അരഞ്ഞാണവും കരിവളയൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചോണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ വാമിക്കുട്ടി ഇവിടെ അവിടെ ആയിട്ടൊക്കെ നിപ്പുണ്ട്. പിന്നെ പേടിക്കണ്ട, ഓരോ 5 മിനിറ്റ് കൂടുമ്പോഴും അമ്മ അമ്മ എന്നൊരു സൈറൻ മുഴങ്ങും. അത് കേട്ടില്ലെങ്കിൽ മാത്രം ഞാൻ കുറച്ച് അലേർട്ട് ആയാൽ മതി. പിന്നെ ഉഷ ആന്റിയും ഹസ്ബൻഡും വന്നിട്ടുണ്ട്. ആന്റി എന്റെ മുകളിലത്തെ വ്ലോഗിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. നമ്മുടെ വീട്ടിൽ ഹെൽപ്പ് ചെയ്യാൻ നിൽക്കുന്ന ആന്റിയാണ് കേട്ടോ. പിന്നെ അമ്മ വന്ന പാടിവിടെ വെൽക്കം ഡ്രിങ്ക് ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഞാനായിട്ടൊട്ടും കുറച്ചില്ല, ഞാനും ഒന്ന് ടെസ്റ്റ് ചെയ്തേക്കാന്ന് വിചാരിച്ചു. ആദ്യം കുടിച്ചപ്പോൾ ടേസ്റ്റ് ചെയ്തെന്ന് എനിക്ക് മനസ്സിലായില്ല കേട്ടോ. പിന്നെ കുറെ കഴിഞ്ഞപ്പോൾ കിട്ടുവണ്ണനാണ് പറഞ്ഞത് ഇത് ഷമാമായിരുന്നു എന്ന്. എന്തായാലും കൊള്ളായിരുന്നു.
നിന്റെയൊക്കെ പാരമ്പര്യമായിട്ടുള്ള മൂക്കാണ് കേട്ടോ ഇത്. പാരമ്പര്യ മൂക്ക്. ഈ പാരമ്പര്യ മൂക്ക് ഞാൻ വെറുതെ പറഞ്ഞതല്ല ഗൈസ്. ആ പുറകിൽ നിൽക്കുന്ന എന്റെ അച്ഛന്റെ മൂക്കൊന്ന് നോക്കൂ. അതുപോലെ ഇവിടെ നിൽക്കുന്ന ഈ കുട്ടിയുടെ ഡാഡിയുടെ മൂക്ക് നോക്കൂ. അതുപോലെ ഇനി എപ്പോഴെങ്കിലും കാണുമ്പോൾ എന്റെ മൂക്കൂടെ നോക്കിയാൽ മതി. അപ്പൊ മനസ്സിലാകും ഇതൊരു പാരമ്പര്യ മൂക്കാണെന്ന്. ഞങ്ങളെല്ലാം ഒരു ജീൻസ് ആണ് ഗൈസ്. പക്ഷെ എന്ത് ചെയ്യാം, എന്റെ മോക്ക് ആ മൂക്ക് കിട്ടിയില്ല ഗൈസ്. അവർക്ക് അവളുടെ അച്ഛന്റെ മൂക്കാണ് കിട്ടിയിരിക്കുന്നത്. അല്ല ഗൈസ്, ഞാനിവിടെ ശരിക്കും മൂക്ക് നോക്കാൻ വന്നതാണോ അതോ ചരടുകെട്ടിന് വന്നതാണോ? ഞാൻ വിഷയത്തിൽ നിന്നും വല്ലാണ്ട് അങ്ങോട്ട് തെന്നി മാറുന്നുണ്ട്. ഒരപ്പച്ചി ആയതല്ലേ, ഇനി കുറച്ച് ഗൗരവമൊക്കെ ആവണമെന്ന് ഞാൻ എപ്പോഴും ആലോചിക്കും. പക്ഷെ പണ്ടെന്റെ കിട്ടുവണൻ ഇതുപോലെ ആദ്യമായിട്ടൊന്ന് മാമനായപ്പോ ഇനി കുറച്ച് ഗൗരവമൊക്കെ വേണമെന്ന് പറഞ്ഞ ഗൗരവം കാണിച്ച് എന്റെ മോളിപ്പോ ദിവസം എടുത്ത് പഞ്ഞി കിട്ടോണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തൽക്കാലം ഇങ്ങനെയൊക്കെ അങ്ങോട്ട് മുമ്പോട്ട് പോകുന്നതായിരിക്കും എന്റെ ആരോഗ്യത്തിന് നല്ലത്. ഇതിനിടയ്ക്ക് ഞാനൊരാളെ പരിചയപ്പെടുത്തി തരാം. ധൈര്യം ഉണ്ടെ പറ. ഇപ്പൊ പറയണം. ഇപ്പൊ പറഞ്ഞ വല്ലതും പറയാണ്ടെങ്കിൽ പറ. ഇങ്ങോട്ട് ഇങ്ങോട്ട്. ആ വേറെ ആരുമല്ല ഗൈസ്, എന്റെ കസിനാണ്. ഓർമ്മ വെച്ച കാലം തൊട്ട് എവിടെയെങ്കിലൊക്കെ വെച്ച് കാണുമ്പോൾ എന്നെ ഒന്നും ചോദിച്ചു വിട്ടില്ലെങ്കിൽ പുള്ളിക്കാരന് ഒരു സമാധാനം ഉണ്ടാവില്ല. അതുപോലെ തിരിച്ച് വായി തോന്നി എന്തെങ്കിലും പറഞ്ഞില്ലെങ്കിൽ എനിക്കും ഒരു സമാധാനം ഉണ്ടാവില്ല. പക്ഷെ പാവാണ് ഗൈസ്, എന്താ പറയാ, പണ്ട് എന്റെ വീട്ടിലെ ഓൾ ഇൻ ഓൾ ആയിരുന്നു. അന്നൊക്കെ എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിലും ഞാനും കിട്ടുവണ്ണനും കൂടെ ബിലുണ്ണ 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 എന്ന് പറഞ്ഞ് നടക്കായിരുന്നു. ഇനി മൂത്ത ഒരാളും കൂടെ ഉണ്ട് കേട്ടോ, ബിജു എന്ന് പറഞ്ഞിട്ട്. എനിക്ക് തോന്നുന്നു എന്റെ അച്ഛൻ കിട്ടു ഭാഗ്യ എന്ന് പറഞ്ഞതിനെക്കാട്ടി കൂടുതൽ ബിജു ബിനു ബിജു ബിനു എന്നായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക. ഇവിടെ റൂമിൽ ഇതാ മോമോന്റെ നാച്ചുട്ടന്റെ ഫോട്ടോഷൂട്ട് നല്ല തകൃതിയായിട്ട് അങ്ങനെ നടക്കുന്നുണ്ട് കേട്ടോ. പക്ഷെ അവനാ ആ പോസ് വലിയ ഇഷ്ടപ്പെട്ടില്ലെന്ന് തോന്നുന്നു. അതിന്റെ പ്രതിഷേധം അവൻ കരഞ്ഞറിയിക്കുന്നുണ്ട്. പിന്നെ ആ കുട്ടിയുടെ ഡാഡി വന്ന് ഒരു പ്രത്യേക രീതിയിലുള്ള താരാട്ടുപാട്ടും രണ്ട് കുലുക്കും ഒക്കെ കുലിക്കപ്പോഴത്തേക്കും ആള് ഡീസെന്റ് ആയി. അതിനിടയ്ക്ക് ഇതാ എന്റെ ക്യാമറയുടെ ഫ്രണ്ടിൽ മോമോന്റെ അമ്മ വന്ന് പെട്ടിട്ടുണ്ട്. എന്റെ ഫോട്ടോ എടുക്കണ്ട, അവരുടെ ഫോട്ടോ എടുക്കുമെന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ വിടുവല്ല. പിന്നെ ഫോട്ടോ എടുത്തിട്ട് നോക്കി കാര്യം എന്ന് പറഞ്ഞ് നിന്നപ്പോ എന്താ മോളിയാന്റി സപ്പോർട്ടിനോ നിപ്പുണ്ട്. അങ്ങനെ തന്നെ നമ്മുടെ നാച്ചൂട്ടന്റെ ചരടിനുള്ള സമയമായിട്ടുണ്ട് കേട്ടോ. തൽക്കാലം ഈ റോംബേഴ്സ് മാറ്റിയിട്ട് മുണ്ടുപിടിപ്പിക്കാനുള്ള പരിപാടിയാണ്. പിന്നെ ഇതാ പുറത്ത് കിട്ടണന്റെ ഫ്രണ്ട്സ് ഒക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇനിയും കുറച്ചുകൂടെ വരാനുണ്ട്. ഒരു വലിയ ഫ്രണ്ട്ഷിപ്പ് ഗ്യാങ് തന്നെ ഉണ്ട് കിട്ടണന്. അങ്ങനെ ദാ അവരുടെ ആ ഒരു എൻട്രി നടക്കാൻ കേട്ടോ. നാച്ചൂട്ടൻ വന്നതിന് ശേഷമുള്ള ആ ഒരു ക്യൂട്ട് എൻട്രി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. വാമിക്കുട്ടി അതിന്റെ ഇടയ്ക്ക് ഇറങ്ങി ചെല്ലണം എന്ന് പറഞ്ഞ് കുറച്ച് സീനൊക്കെ ആക്കിയിട്ടുണ്ടായിരുന്നു. ഞാൻ പിടിച്ച് അച്ഛൻ്റെ ലഭിച്ചിട്ട് ഒരു കാരണവശാലും ആ ഒരു എൻട്രി കഴിയുന്നവരെ വിടലെന്നും പറഞ്ഞ് പിടിച്ചു ഇരുത്തിയിരിക്കുകയായിരുന്നു. അവക്കറിയില്ലല്ലോ, അവക്കതിപ്പോഴും അവളുടെ മോമവും കിട്ടുമാമനും ഒക്കെയാണ്. അപ്പൊ ചെന്ന് ഇടയ്ക്ക് കയറി കഴിഞ്ഞാൽ ആ ഒരു ക്യൂട്ട് ഒരു ഫോട്ടോഷൂട്ട് അങ്ങ് എന്താ പറയാ സ്പോയിലായി പോകും. അതുകൊണ്ട് ഞാൻ പിടിച്ചിരുത്തിയിരിക്കുകയായിരുന്നു. പക്ഷെ അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞാൻ പിന്നെയും ആളുടെ വഴിക്ക് തന്നെ വിട്ടു കേട്ടോ. അമ്മതാ വിളക്കൊക്കെ കൊളുത്തി ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തതായിട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് കേട്ടോ. അങ്ങനെതാ നമ്മുടെ നാച്ചോട്ടിന് ചരട് കെട്ടാൻ പോവാണ്. കെട്ടിയിരിക്കുകയാണ്. നാച്ചോട്ടിന് ചരട് കെട്ടിയിരിക്കുകയാണ് കേട്ടോ. എന്താ ഭയങ്കര കരച്ചില് കേട്ടോ ആള്. മാമിക്കുട്ടി ഇതുപോലായിരുന്നു, ചരടിട്ടെന്ന് ഭയങ്കര കരച്ചിലായിരുന്നു ഇതുപോലെ. എന്താണെന്നറിയില്ല, കുട്ടികളെല്ലാം ഈ ചരട് ദിവസം പൊതുവെ മിക്ക കുട്ടികളും ഭയങ്കര നിലവിളിയായിരിക്കും. എനിക്ക് തോന്നുന്നു ആ പൊതുവെയുള്ള അന്തരീക്ഷമൊക്കെ ഒന്ന് മാറി ഇത്തിരി ബഹളത്തിലോട്ടൊക്കെ വരുന്നതിന്റെ ഒരു ഇറിറ്റേഷൻ ആയിരിക്കും ചിലപ്പോൾ. ചില കുട്ടികളുടെ കാര്യത്തിലാന്നൊക്കെ കേട്ടിട്ടുണ്ട്. പക്ഷെ ഞാൻ പോയിട്ടുള്ള ചൈൽഡ്ഹുഡിലെല്ലാം കുട്ടികൾ പൊതുവെ നല്ല കരച്ചിലായിരിക്കും കേട്ടോ ഈ സമയത്ത്. പിന്നെ അമ്മ വന്ന് കാറ്റോളം ഇട്ട് കൊടുത്തു, അമ്മയുടെ ഗിഫ്റ്റ് കൊടുത്തു. പിന്നെ ഇതാ ആന്റി വന്ന് ആന്റിയുടെ ഗിഫ്റ്റും കൊടുത്തു. തൊട്ട് പിന്നാലെ ഞാനും വന്നു കേട്ടോ, എന്റെ കുഞ്ഞു ഗിഫ്റ്റ്. ഞാനൊരു ബ്രേസ്ലെറ്റ് ആണ് കേട്ടോ ബാവയ്ക്ക് വാങ്ങിച്ചത്, ഞാനത് ഇട്ട് കൊടുത്തു. പിന്നെ ഈ വീഡിയോ ഒക്കെ എടുക്കുന്നത് ഞാനല്ല കേട്ടോ, എന്റെ കസിന്റെ കുട്ടിയില്ലേ നേരത്തെ കാണിച്ച ആ വലിയ മോള്, അമൃത എന്നാണ് കേട്ടോ പേര്. ആ മോളാണ് എന്നെ ഈ വീഡിയോ എടുക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്തത്. എന്തായാലും അമൃതയ്ക്ക് വലിയൊരു താങ്ക്സ് ഉണ്ടേ. അടുത്തായിട്ട് നമ്മുടെ വാവയുടെ പേര് വിളിക്കുന്ന ചടങ്ങാണ് കേട്ടോ. കിട്ടുടനും മോമോവും കൂടെ ചേർന്നാണ് കേട്ടോ പേര് വിളിച്ചത്. പിന്നെ നമ്മൾ ബാക്കിയുള്ളവർക്കും കൂടെ പേരൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഒരു നെയിം റിവീലിംഗ് ഫംഗ്ഷനും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. അത് നല്ല ക്യൂട്ടായിരുന്നു, എനിക്കത് ഇഷ്ടപ്പെട്ടു കേട്ടോ ആ ഒരു സ്റ്റൈൽ ഓഫ് നെയിം റിവീലിംഗ്. ത്രിലോക് വിശ്വദേവ് എന്നാണ് കേട്ടോ വാവയ്ക്ക് പേരിട്ടിരിക്കുന്നത്. വീട്ടിൽ നാച്ചൂട്ടൻ എന്ന് വിളിക്കും. ഈ രണ്ടുപേര് സെലക്ട് ചെയ്തത് മോമോ എന്നാണ് കേട്ടോ. ചരട് കെട്ട് അങ്ങോട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ആകെ കരഞ്ഞു വിളിച്ച് നാച്ചൂട്ടൻ ഒരു പരുവായിട്ടുണ്ട് കേട്ടോ. പിന്നെ ആ മോമോ പാലൊക്കെ കൊടുത്ത് ആളൊന്ന് സമാധാനിപ്പിക്കുവാണ്. അങ്ങനെ ചരടിട്ട് കഴിഞ്ഞ ഉടനെ ഞാനും മാമക്കുട്ടിയും കൂടെ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് കേട്ടോ. നല്ല അടിപൊളി സദ്യയായിരുന്നു. എന്റെ കൂടെ ഇരുന്ന് കഴിക്കാന്ന് പറഞ്ഞിട്ട് കേൾക്കാതെ എനിക്ക് ഒറ്റയ്ക്ക് ഒരു ഇല വേണമെന്ന് പറഞ്ഞ് വാശി പിടിച്ച് വലിയ ആളെ കണക്ക് കയറി ഇരിക്കുകയാണ് കേട്ടോ മാമിക്കുട്ടി. പിന്നെ അതിന്റെ തൊട്ടടുത്ത് തന്നെ ഇരിപ്പുണ്ട് വിനുവാണ്. ഇപ്പൊ എന്നെ കാണുമ്പോൾ ഇങ്ങനെ മുഖം മൂടി വെച്ചാണ് നടക്കുന്നത്. പിന്നെ സദ്യ വന്ന് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ മാമിക്കുട്ടി കഴിച്ചു തുടങ്ങി കേട്ടോ. ഇവിടെ പപ്പടവും കൊണ്ടിരിക്കുകയാണ്. ആൾക്ക് പപ്പടം കിട്ടി
കിട്ടിക്കഴിഞ്ഞാൽ ഒന്നോ രണ്ടോ ഒക്കെ ഇരുന്ന് കഴിച്ചോളും. എന്താ പറയാ, ചിപ്സും ശർക്കര വരട്ടിയും പോലും വേണ്ടാത്തൊരു കുട്ടി കണ്ടിട്ടുണ്ടോ? അതാണ് എന്റെ വാമിക്കുട്ടി. അങ്ങനെ ഞാൻ ദേ സദ്യയൊക്കെ കഴിച്ചു കഴിഞ്ഞ് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. പക്ഷെ എന്റെ വാലിതാ കഴിച്ചു കഴിഞ്ഞിട്ടില്ല. അവിടുന്ന് ഇവിടുന്നൊക്കെ നുള്ളിപ്പറക്കി ഇങ്ങനെ ഇരിപ്പുണ്ട്. ഈ കാണിക്കുന്ന ഷോയേ ഉള്ളൂ കേട്ടോ, ചോറൊക്കെ വാങ്ങിച്ച പോലെ തന്നെ ഇരിപ്പുണ്ട്. പിന്നെ അവിടുന്ന് ഇവിടുന്നൊക്കെ എടുത്ത് പായസം എടുത്ത് ഇങ്ങനെ കഴിക്കുന്നുണ്ട്. പിന്നെ വാങ്ങിച്ച ബോളി പോലും അതുപോലെ ഇവിടെ ഇരിക്കുകയാണ്. സാധാരണ വീട്ടിൽ നിന്ന് ബോളിയൊക്കെ വാങ്ങിച്ചാൽ നല്ലപോലെ കഴിക്കുന്ന ടീമാണ്. പക്ഷെ ഇന്നിപ്പോ എനിക്കൊന്നും എല്ലാം കൂടെ കണ്ടപ്പോൾ ആള് കൺഫ്യൂഷൻ ആയി പോയെന്ന് തോന്നുന്നു. അങ്ങനെ ലഞ്ചൊക്കെ കഴിച്ചു കഴിഞ്ഞ് ഞങ്ങളിതാ തിരിച്ച് ഹോളിൽ തന്നെ വന്നു. ഇവിടെ തകൃതിയായിട്ട് ഫോട്ടോഷൂട്ടൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. വാമിക്കുട്ടിക്ക് കളിക്കാൻ എന്താ പുതിയൊരു കൂട്ടൊക്കെ കിട്ടിയിട്ടുണ്ട്. നമ്മുടെ തൊട്ടപ്പുറത്തെ വീട്ടിലെ മോനാണ് കേട്ടോ അത്. ഈ മോനെ ആദ്യം കണ്ടിട്ട് വന്നപ്പോൾ മോമു എന്നോട് പറഞ്ഞത് നമ്മുടെ വാമിയുടെ ഒരു മെയിൽ വേർഷനായിട്ട് വരും ആളെന്നാണ്. രണ്ടുപേരും അടങ്ങിയൊരിടത്ത് ഇരിക്കാറില്ല എന്ന് സാറ്. ഫൈനലി ഇതാ നമ്മുടെ ഫാമിലി ഫോട്ടോ എടുക്കാൻ കേട്ടോ. ഒരാൾ മിസ്സിംഗ് ആണ്, ആളങ്ങ് ഡൽഹിയിൽ ഇരിക്കുകയാണ്. ഇത് അങ്ങ് പിടിച്ചല്ലോ. ഞാൻ പറഞ്ഞത് സാധാരണ അങ്ങനെ കൊച്ചുകൾ പോകാറില്ല. ഇവിടെ ഉഷാന്റെയും മോളിയാന്റിയുടെ കാര്യമായി എന്തോ ചർച്ച നടക്കുകയാണെന്ന് തോന്നുന്നു. ഇതാണ് ഗൈസ് ഞാൻ നേരത്തെ പറഞ്ഞ കിട്ടണന്റെ ആ ഒരു വലിയ സുഹൃത്ത് വലയം. ഇതിൽ ആരെങ്കിലും മിസ്സായിട്ടുണ്ടോ എന്ന് എനിക്ക് കറക്റ്റ് അറിയത്തില്ല കേട്ടോ. ഇവര് തമ്മിൽ എന്തൊരു ഒത്തൊരുമയാണ്. കണ്ടില്ലേ, കല്യാണം കഴിച്ചതിലായാലും ശരി, കുഞ്ഞുമാവകൾ വന്നതിലായാലും ശരി, എല്ലാത്തിലും എന്തൊരു ഒത്തൊരുമയാണല്ലേ. അങ്ങനെ നമ്മുടെ സദ്യയൊക്കെ ഏകദേശം ഫിനിഷായി. നമ്മുടെ ഗസ്റ്റ് ഒക്കെ പോയി തുടങ്ങിട്ടോ. ദാ ലാസ്റ്റ് വന്നിരുന്ന് കഴിക്കുന്ന ഒരു ടീമിനെ ഞാൻ കാണിച്ചു തരാം. ഇത് കഴിഞ്ഞിട്ട് ആരും എന്നെ ട്രോളരുത്. ഫസ്റ്റ് പന്തി കയറിയിട്ട് നല്ല അന്തസ്സായിട്ട് കഴിച്ചിട്ട് നിൽക്കുകയാണ് ഞാൻ. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ദാ എന്റെ മുടിയെല്ലാം കൂടെ വലിച്ച് വാരി കെട്ടി വെച്ചിട്ടുണ്ട്. രാവിലെ കഷ്ടപ്പെട്ട് എഴുന്നേറ്റ് കണ്ടീഷനൊക്കെ ചെയ്ത് സെറമൊക്കെ അത്യാവശ്യം നല്ല സെറ്റാക്കി വെച്ച മുടിയായിരുന്നു. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അത് അതിന്റെ സ്ഥിരം സ്വഭാവം കാണിച്ചു. പിന്നെ അതെല്ലാം കൂടെ വലിച്ച് വാരി കെട്ടി വെച്ചിട്ടുണ്ട്. പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല, എന്റെ കയ്യില് മുടി. അങ്ങനെ ഫംഗ്ഷൻ കഴിഞ്ഞു കേട്ടോ. നമ്മളിതാ ഇറങ്ങാൻ പോവാണ്. ഹോളൊക്കെ അവര് ഏകദേശം ക്ലിയർ ആക്കി തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ ഇറങ്ങാൻ പോവാണ്. എന്തായാലും നല്ലൊരു ഫംഗ്ഷൻ ആയിരുന്നു. കുറെ നാളുകൾക്ക് ശേഷം നമുക്ക് വേണ്ടപ്പെട്ടവരൊക്കെ ഒന്ന് അടുത്ത് കാണാൻ പറ്റി. അങ്ങനെ തന്നെ ആച്ചൂട്ടൻ എന്റെ കയ്യിലെത്തിയിട്ടോ. ആള് നല്ല ഉറക്കാണ്. നേരത്തെ കരഞ്ഞു വിളിച്ചെന്റെ ക്ഷീണം തീർക്കാണെന്ന് തോന്നുന്നു. അങ്ങനത്തെ ഫംഗ്ഷൻ ഒക്കെ കഴിഞ്ഞ് ഓരോരുത്തരായിട്ട് ബൈ ബൈ പറഞ്ഞ് ഇറങ്ങുകയാണ് കേട്ടോ. അങ്ങനെ ഫൈനലി ഇതാ നമ്മുടെ വണ്ടിയും വന്നിട്ടുണ്ട്. ഇതാ നമ്മളും ഇറങ്ങാൻ പോവാണ് തിരികെ വീട്ടിലേക്ക്. അങ്ങനെ എന്തായാലും നമ്മുടെ നാച്ചൂട്ടിന്റെ നെയ്മിങ് സെറമണിയും ചാരിറ്റൊക്കെ നല്ല ഭംഗിയായിട്ടാണ് നടന്നു കേട്ടോ. നമ്മളിതാ വീട്ടിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഇന്നത്തെ ഈ ഒരു വ്ളോഗ് ഞാൻ ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യാണ് കേട്ടോ. എന്റെ ഈ വ്ളോഗ് കാണുന്ന നിങ്ങളോടൊക്കെ എനിക്കൊരു റിക്വസ്റ്റ് ഉണ്ട്. തീർച്ചയായിട്ടും നിങ്ങളെ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ആയിട്ട് അറിഞ്ഞാൽ മാത്രമല്ലേ എനിക്ക് എന്തെങ്കിലുമൊക്കെ ഇംപ്രൂവ്മെന്റ്സ് ഒക്കെ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പൊ തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ ആരെങ്കിലും ഒക്കെ എന്റെ ഈ വ്ളോഗ് ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ കേട്ടോ. അപ്പൊ ഞാൻ ബാക്കി വിശേഷങ്ങളൊക്കെ ആയിട്ട് തൊട്ടടുത്ത ദിവസങ്ങളിൽ തന്നെ വരുന്നതായിരിക്കും. അതുവരെ ബൈ ബൈ.